അപ്പോൾ എനിക്കിനി സെൻസർ ഓണാക്കണം. അത് ഇതാണ് സെൻസർ. ഞാൻ ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇത് പിന്തുടർന്ന് പോയാൽ മതി. ഇതിനെ പിന്തുടർന്ന് പോകുന്നതിന് ബാക്കി കഥ. അപ്പോൾ നിങ്ങളെ ഒന്ന് പറഞ്ഞിട്ട് ഇത് കളിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് 5 മിനിറ്റ് കഥയിൽ നിന്ന് മാറി പോയിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഒരു സീനും ഇല്ല. അപ്പോൾ ലൈവ് ഓർത്ത കുണ്ണേരെ കുണ്ടച്ചീര മോനെ. എടാ ലാഗ് കുണ്ണ, നിൻ്റെ തന്ത ചാവും ലാഗ് കുണ്ണേ. കൊടാക്കി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സോൾജേഴ്സ് പോയ വഴി. നമ്മൾ ആ ഒരു സെൻസർ ഇത് ഓണാക്കിയാണ് നമുക്ക് കാണാൻ കഴിയണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ലൈവ് കാണുന്ന പുറമായിട്ട് ലൈക്ക് അടിച്ച് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്. ഓക്കെ, എത്തിയിട്ടുണ്ട്. ജിയാക്സ് ഇസ് ദാറ്റ് ബീക്കൺ വേർ ആർ യു ദേ സോ മെനി പീപ്പിൾ. ഓക്കെ, പിന്നെ ഒരു ബീക്കൺ, അവിടെ ഒരു ബീക്കൺ ഉണ്ട്. ആ ഒരു ബീക്കണിൽ എന്താ ഓഫ് ലൈൻ ആയി പോയിട്ടുണ്ട്. ആ ഒരു മിഡ് നൈറ്റ് റേഞ്ചർ ഉണ്ടല്ലോ, അവിടെ നിന്ന് ആ ഒരു സൈഡിന് ഒരു സോൾജർ അയാളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അങ്ങോട്ട് പോണ വഴിയിലുള്ള ഒരു ബീക്കണിൽ അതിൻ്റെ ആ ഒരു കണക്ഷൻ, അവർ സന്ദേശം അയക്കുന്ന ഒരു ബീക്കണിൽ ഒരെണ്ണത്തിന് അങ്ങോട്ട് പോണ വഴിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി അത് ഓഫ് ലൈൻ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത് പോണ വഴി, നിങ്ങൾ പോണ വഴിയാണ്, ആ പയ്യന്വേഷിച്ച് പോണ വഴിയാണ്. അത് ഓണാക്കി വിട്ടാൽ പോകാൻ പറ്റുന്ന റിക്വസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ അവൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീക്കൺ എവിടെയാണെന്ന് തോന്നുന്നു. നോക്കാം ചേട്ടേ, നോക്കാം. ആ ഒരു നമ്മളങ്ങോട്ട് പോയപ്പോഴാണ് നമ്മളെപ്പോലും ആ ഒരു വെളിയിലോട്ട് കടത്തി വിട്ടില്ല. മനസ്സിലായില്ല? അപ്പോൾ വെളിയിൽ നോക്കിയപ്പോഴാണ് ഒരുത്താൻ കൂളായിട്ടിരുന്ന് എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സോൾജിയർ അല്ല, അതെനിക്ക് മനസ്സിലായി. അപ്പോഴേ അങ്ങോട്ട് ചെന്നപ്പോൾ ചോദിച്ചാൽ പറഞ്ഞില്ല, അവൻ ചുമ്മാ അവിടെ വന്നിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ കഴിവ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കള്ളമാണെന്ന് മനസ്സിലായി. എന്തായാലും നോക്കാൻ ബാക്കി. അതാണ് ആ ഡിറ്റക്ഷൻ ബീക്കൺ. അതാണ് ഓഫ്ലൈനായി പോയത്. എല്ലാവരും ഓടാനാണ് ഉണ്ണ പറഞ്ഞ്. ആ കുണ്ണനെ ഒന്ന് അടിച്ച് അവൻ്റെ വണ്ടി അവൻ്റെ അണ്ണാക്കി തന്നെ അടിച്ച് കയറ്റി കൊടുക്കാം. ഐ ക്യാൻ മൂവ്, ഐ ആം സോ ഹംഗ്രി എന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും നമുക്ക് നോക്കാൻ ചാറ്റേ. അറസ്റ്റ് ചെയ്യില്ല, അവന് വേറൊരു ചോയ്സ് ഇല്ലെന്നൊക്കെയാണ് അവൻ പറയണത്. എന്ത് കുണ്ണയാണെങ്കിലും എൻ്റെ അണ്ടി അടിച്ചെന്ന് പറത്തി കളയും. നോക്കാം. ജിയാക്സൺ ചോദിച്ചുകൊണ്ടിരിക്കണം എന്താണ് പ്രശ്നം, കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം. അവിടെ ഇരുന്നൊരു സിവിലിയൻ പറയുവാണ്, എന്താ ബാറ്റിൽസ് ആർ ഗെറ്റിംഗ് റിയൽ ബാഡ് അപ്പ് നോർത്ത് ആൻഡ് കുഡ് ലീവ്. നോർത്തിൽ ബാറ്റിൽ കൂടി വരണം, അവർ യുദ്ധം വർദ്ധിച്ചു വരണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല. അവർ ആ സിറ്റിയിലും കയറാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർ ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് സഹായം ആവശ്യമാണ്. അപ്പോൾ ഇത് എനിമീസ് അല്ല, ഇത് പാവപ്പെട്ട സിവിലിയൻസ് ആണ്. അപ്പോൾ ഇവരെന്തായാലും സഹായിക്കാം. അവർക്ക് ഭയങ്കര വിശപ്പൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് ഒരുപാട് മനസ്സിലായില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സംഭവം ഉപയോഗമാവുന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അവർ ആ സോൾജേഴ്സ് പോലും അവരെ ഭാവിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. കുറച്ച് സിവിലിയൻസ് ഇവിടെ ഉണ്ട്, അവർക്കാണ് സഹായം ആവശ്യമാണ്. നോർത്തിലാണ് യുദ്ധം കൂടി പറഞ്ഞുകൊണ്ട് തന്നെ പ്രശ്നമാണ്. ആ ടാക്ടിക് കൊണ്ടാണ് അവനെയാണ് പ്രശ്നം. അവനെ അടിച്ച് തീർക്കണം. അവൻ്റെ ഹൈ റാങ്കുള്ളവർക്ക് നേരത്തെ തന്നെ പല ഡയമെൻഷനിലോട്ട് കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ മൊത്തം നടക്കണം. എല്ലായിടത്തും അടിക്കാൻ വേണ്ടി കൊച്ചു പയ്യനെ തൊഴിൽ പോകണം. ജിയാക്സിൻ്റെ കടമയാണ്. പക്ഷേ എനിക്ക് വഴി പോകണം. എനിക്കവിടെ ഒരുപാട് കാര്യം കണ്ടെത്താറുണ്ട്. എനിക്ക് നൽകിയ ആ ഒരു ടോക്കൺസ്, ആ മാസ്റ്റർ ഉണ്ടല്ലോ ജിഹാൻ മാസ്റ്റർ, ആ ഒരു പെണ്ണ് അവൾ തന്ന ആ ഒരു ഇതിനെപ്പറ്റി, ആ ടോക്കൺസ്, അതിൽ നൽകിയ പസിൽസ്, ആ ഒരു ഷുഗർ പേള്, ആ ഒരു ലീഫ്, എല്ലാത്തിനെ പറ്റി എനിക്ക് അന്വേഷിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട്.
protection it covers. ഡാമേജ് ആയിട്ടുള്ള ഒരു ബീക്കൺ അത് ആ TD ഇൻവെഷൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അത് ആ ഒരു ഡാമേജ് ആയ ബീക്കൺ ശരിയാക്കണം. അല്ലാത്ത പക്ഷം എനിമീസിന് ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതലാണ്, പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരവും. ജിയാക്സിൻ്റെ കടമയാണ്, പക്ഷേ എനിക്ക് വഴി പോകണം. എനിക്കവിടെ ഒരുപാട് കാര്യം കണ്ടെത്താണ്ട് മാസ്റ്റർ ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ എനിക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാൻ ചാറ്റ്. Our frontline troops would face attacks from both sides. Have you thought about the consequences? അവരുടെ ആ ഫ്രണ്ട് ലൈൻ ആയിട്ടുള്ള ആ ട്രൂപ്സ്, അതായത് നമ്മളിപ്പോൾ കടന്നു വന്ന ഗേറ്റ്സിലുള്ള അവർ ഈ ഒരു ബീക്കൺ ഇങ്ങനെ ആയത് കാരണം അവർക്ക് ആ ഒരു അറ്റാക്ക് വരും, അവർക്കത് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ചെയ്ത കാര്യത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ ചെയ്തതിനെ പറ്റി ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സിവിലിയൻസാണ്, അവർക്ക് സഹായം ആവശ്യമാണ്. എന്നാലും അവർ ചെയ്ത ഇത്തിരി കൂടുതലായിപ്പോയി. ആ ടാക്സിൻ്റെ കുണ്ണ അവനെ കൊല്ലണതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും ഫുഡെങ്കിലും വേണമായിരുന്നു, അവർക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനൊരു കാര്യം ചെയ്തത്. പബ്ലിക് പ്രോപ്പർട്ടി സ്റ്റീൽ ചെയ്യൽ തിരിച്ചു വയ്ക്കാനൊക്കെയാണ് ജിയാക്സിൻ പറഞ്ഞത്. ഞാൻ ഇവിടെ തൽക്കാലൊന്നും മിണ്ടല്ല, അവർ രണ്ടുപേരും സംസാരിക്കേണ്ട കാര്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അവൻ്റെ അണ്ടി അടിച്ച് തിരിക്കുക, അതൊന്നും വേറെ സീനൊന്നുമില്ല. എന്തായാലും നോക്കാം. ജിൻസു സിറ്റിലോട്ട് കയറിക്കോളാം അവൾ പറഞ്ഞിട്ടുണ്ട്. അവളുടേതായ ഒരു ഫ്ലാറ്റ് ബെഡ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സിറ്റിയിലോട്ട് എത്താൻ വേണ്ടി അവർക്ക് കുറച്ച് പൈസയും കൊടുത്തിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള സഹായം ജിയാക്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓക്കെ, സന്തോഷം. ഇനി അവർ എല്ലാം ശരിയാക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവരെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആ പയ്യനെ അവിടെ കണ്ടുപിടിച്ച് ഒരു ബീക്കൺ ശരിയാക്കി നമുക്ക് ആ ഒരു പസിൽസും ആ ഒരു ഷുഗർ പേൾ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനുണ്ട്. അവളെ മാസ്റ്ററുള്ള നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ, പറഞ്ഞെന്തായാലും നന്നായി. അവൻ വാളെടുത്ത് പൊക്കിയ അവനെ തീർക്കും. വന്ന ഇല്ല സീനില്ലെന്ന് തോന്നുന്നു. കുണ്ണേൻ്റെ അണ്ടി ഒന്ന് തീർന്നു നോക്കും. ഓ അടിക്കാൻ വന്നിട്ടുണ്ട്. നിന്നെ ഈ ചാരി നാടകം വേണമെന്ന് അറിയാമോ? അവനെ മര്യാദയ്ക്ക് ആവശ്യമുള്ള പൈസയും കൊടുത്ത് അവന് വേണ്ട എല്ലാം ചെയ്തപ്പോൾ അവന് കടി, അവൻ്റെ കുണ്ണ അടിച്ച് തിരിച്ച് അവനെ ഓട്ടിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ. ഓക്കെ, ഒരു സഹായം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നീ കുണ്ണത്തരം, നിൻ്റെ തന്തേരെ കുണ്ണത്തരം നിന്നെ തീർത്തിട്ടുണ്ട്. നമ്മൾ സറണ്ടർ ആയിട്ടുണ്ട്. പൈസയും ഫുഡും കൊടുത്തിട്ട് അവന് കടി കാരണം ഒന്ന് അടിച്ചാണ്, അവൻ്റെ അണ്ടി അടിച്ച് തിരിച്ചളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവന്മാർ സാധാരണക്കാരല്ലേ, ഇവന്മാർ വേറെന്തോ ഉദ്ദേശത്തും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ തന്നെ അതിലൂടെ യങ്ങിനെ മനസ്സിലായിട്ടുണ്ട്. യങ്ങിന് നല്ല ബുദ്ധിയാണ്, അത് കാര്യം പെട്ടെന്ന് പിടികിട്ടും. മനസ്സിലായിട്ട് നീ ആരടാ പുണ്യമാണ് ചോദിക്കണേ? ഒരു സാധാരണക്കാരാണെന്നാണ് അവർ പറയണത്. അവരാ പേടിച്ച സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി പോയാണ്. അവർ ചെയ്ത തെറ്റായപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പൂർണ്ണ ഇനി വാള് പൊക്കോണം അവൻ്റെ അണ്ടി ഞാൻ
വെട്ടിയെറിയും. And we ran out of food and cash halfway, so we turned to thieving. Then we ran out wood and cash halfway, so we turned off to thieving. അവർ മോഷ്ടിക്കാൻ തുടങ്ങി. അത്ര തന്നെ. അവരവരെ കാര്യങ്ങൾ പറയണം. അവർ ഈ സിറ്റിയിൽ നിന്ന് പുറത്താക്കി വിട്ടി അവരെങ്ങനെ പറയണം. ഓക്കെ, അവർ ഒരുത്തനത്തിൽ കുഴപ്പം കൂടുതലായതുകൊണ്ട് വാള് പൊക്കിക്കൊണ്ട് പറഞ്ഞു.